വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. യൂസ് ഫോർ മൈ ടാലന്റ് എന്ന ഡ്രാമയുടെ 19ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ റൺഷിയുടെ മുത്തശ്ശന്റെ വീടിന് മുന്നിൽ ചെന്ന് ഗേറ്റ് തുറക്കാനായി ഒരാൾ വഴക്കുണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. അവിടുത്തെ പഴയ ഡ്രൈവറുടെ മകനായിരുന്നു അത്. അയാളുടെ അച്ഛൻ റൺഷിയുടെ മുത്തശ്ശന് വേണ്ടി ഏതോ കുറ്റമേറ്റെടുത്ത് ജയിലിലാണ്. അതിൻ്റെ പേരും പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് അയാൾ. പക്ഷേ മുത്തശ്ശന്റെ PA ഇറങ്ങി വന്ന് ഇവിടെ ആർക്കും നിന്നോട് സംസാരിക്കാനില്ല എന്ന് അറിയിച്ചിട്ട് അകത്തേക്ക് കയറി പോകുന്നു. ഷിവാൻജി ബാത്റൂമിലായിരുന്ന സമയത്ത് ലൂഷ്യൻ അവളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. റൺഷിയുടെ അമ്മ കൊടുത്തയച്ച പഴയ ഫോട്ടോസുള്ള ആൽബം അവൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടീപ്പോയിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ ലൂഷ്യൻ അതെടുത്ത് നോക്കുന്നു. അപ്പോഴാണ് ഒരു ഫോട്ടോയിൽ റൺഷിയുടെ കുടുംബത്തിനൊപ്പം കുറച്ച് മാറി കാറിനരികിൽ നിൽക്കുന്ന ഡ്രൈവറെ അവൻ കണ്ടത്. ഷിവാൻജിയുടെ അമ്മയെ വണ്ടി ഇടിച്ചെന്ന് കണ്ടെത്തിയ അതേ ഡ്രൈവർ തന്നെയായിരുന്നു അത്. ഷിവാൻജി ബാത്റൂമിൽ നിന്നിറങ്ങുന്ന ശബ്ദം കേട്ടപ്പോൾ അവൻ ആ ഫോട്ടോ ഇളക്കിയെടുത്ത് പോക്കറ്റിൽ ഒളിപ്പിച്ച് വയ്ക്കുന്നു. റൺഷിയുടെ മുത്തശ്ശനുമായ പ്രശ്നം പരിഹരിക്കാൻ എന്തെങ്കിലും സൊല്യൂഷൻ കിട്ടുമെന്നറിയാനാണ് ഈ ആൽബമൊക്കെ എടുപ്പിച്ചത് എന്ന് ഷിവാൻജി അവനോട് പറയുന്നു. ഒരു ഗ്രൂപ്പ് ഫോട്ടോയിൽ റൺഷി മാത്രം മുത്തശ്ശൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നത് കാണിച്ചിട്ട് മുത്തശ്ശൻ്റെ അംഗീകാരം കിട്ടാൻ അവൻ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട്. അതുതന്നെയാണ് അവൻ്റെ ഏറ്റവും വലിയ പ്രശ്നവും എന്ന് ലൂഷ്യൻ പറയുന്നു. ഞാൻ മുത്തശ്ശനോട് പോയി സംസാരിച്ച് നോക്കിയാലോ എന്ന് ഷിവാൻജി അഭിപ്രായം ചോദിച്ചപ്പോൾ അതെന്തായാലും വേണ്ട, കാര്യങ്ങൾ ഒന്നുകൂടി വഷളാവുകയുള്ളൂ എന്നവൻ പറയുന്നു. ഷിവാൻജി അത് ശരിവെക്കുന്നുണ്ട്. അവൾ ഫോട്ടോസ് നോക്കി സന്തോഷിക്കുന്നത് കണ്ടപ്പോൾ അവളുടെ അമ്മയുടെ മരണത്തിന് കാരണക്കാർ റൺഷിയുടെ കുടുംബമാണെന്ന് ഇവൾ അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഞാനായിട്ട് എന്തായാലും അവളെ വിഷമിപ്പിക്കാനായി അത് പറയുന്നില്ല എന്ന് ലൂഷ്യൻ തീരുമാനിക്കുന്നു. ലൂഷ്യൻ ആ ആക്സിഡൻറ്റിനെ കുറിച്ച് അന്വേഷണം നടത്തിയ സമയത്ത് തന്നെ വെഞ്ചിയും അതിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. ജുൻജെ ഷിയാന് നൽകാനായി ഒരു മാല വാങ്ങാൻ ഉദ്ദേശിച്ചു പോയെങ്കിലും അവൻ ഇഷ്ടപ്പെട്ട ഡിസൈൻ ഉള്ളത് ലിമിറ്റഡ് എഡിഷൻ ആയതിനാൽ അവൻ്റെ കൈവശമുണ്ടായിരുന്ന തുക മതിയാക്കാതെ വരുന്നു. ഞാൻ പിന്നീട് വരാമെന്ന് പറഞ്ഞ് ജുൻജെ അവിടെ നിന്ന് പോകുന്നു. വീട്ടിലെത്തി ഉടൻ തന്നെ അവൻ ഒരു ഫ്രണ്ടിനെ വിളിച്ച് എന്തെങ്കിലും പാർട്ട് ടൈം ജോലി കിട്ടാൻ വഴിയുണ്ടോ എന്ന് അന്വേഷിക്കുന്നു. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലൂഷ്യൻ അവിടേക്ക് വരുന്നു. ജുൻജയ്ക്ക് ക്യാഷിന് എന്തോ ആവശ്യമുണ്ട് എന്ന് അവന് മനസ്സിലാകുന്നുണ്ട്. അപ്പോഴാണ് മേശപ്പുറത്ത് വെച്ചിരുന്ന കലണ്ടറിൽ ഷിയാന്റെ ബർത്ത്ഡേ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അവൻ കണ്ടത്. അവൾക്ക് ഗിഫ്റ്റ് വാങ്ങാനായിരിക്കും ക്യാഷ് എന്ന് അവൻ ഊഹിക്കുന്നുണ്ട്. കോഫി ഉണ്ടാക്കാനായി ജുൻജെ സ്വന്തമായി ഉണ്ടാക്കി വെച്ചിരുന്ന കോഫി മെഷീൻ എനിക്ക് വിലയ്ക്ക് തന്നേക്കാൻ ലൂഷ്യൻ അവനോട് പറയുന്നു. വിലയായി നല്ലൊരു തുക ജുൻജയുടെ അക്കൗണ്ടിലേക്ക് അവൻ അപ്പോൾ തന്നെ ഇട്ടുകൊടുക്കുന്നുണ്ട്. ഇതിന് ഇത്രയൊന്നും വിലയില്ല എന്ന് ജുൻജെ പറഞ്ഞപ്പോൾ നാളെ ഒരിക്കൽ നീ ഇതിന്റെ ഇംപ്രൂവ്ഡ് വെർഷൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ അന്ന് എനിക്ക് വില കുറച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൻ പോകുന്നു. ഷിയാന്റെ ബർത്ത്ഡേ ദിവസം ജുൻജെ മാലയൊക്കെ നേരത്തെ തന്നെ വാങ്ങി വെച്ചിരുന്നു. പക്ഷെ അവൾക്ക് അന്ന് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. ഓഫീസ് ടൈം കഴിഞ്ഞിട്ടും ജോലി തീരാത്തതിനാൽ ജുൻജെ ജോലി ചെയ്യുന്ന കഫേയിൽ വന്നിരുന്ന അവൾ ജോലിയിലാണ്. കഫേ അടയ്ക്കാനുള്ള സമയമായിട്ട് അവളുടെ ജോലി കഴിഞ്ഞിരുന്നില്ല. അവൻ ജോലി ചെയ്യുന്നതിനിടയിലും ഇടയ്ക്കിടെ അവളുടെ അടുത്ത് വന്ന് ഇതെപ്പോഴാണ് കഴിയുമ്പോൾ നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോകണം, സിനിമയ്ക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് അവളെ ശല്യപ്പെടുത്തുന്നുണ്ട്. അപ്പോഴാണ് അയച്ചു കൊടുത്ത പ്രൊജക്റ്റ് അത്യാവശ്യമായി വീണ്ടും തിരുത്തി ചെയ്യണമെന്ന് പറഞ്ഞ് ഷിയാന് ബോസിൻ്റെ കോൾ വന്നത്. അതുകൂടി കഴിഞ്ഞപ്പോഴേക്കും അവൻ അവളുടെ ഫോൺ തട്ടിയെടുത്ത് ഇന്നെൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്, ഇന്നെങ്കിലും അവളെ ഒന്ന് വെറുതെ വിട്ടുകൂടെ എന്നൊക്കെ പറഞ്ഞ് ബോസിന് വോയിസ് മെസ്സേജ് അയക്കുന്ന പോലെ കാണിക്കുന്നു. അവൻ ശരിക്കും മെസ്സേജ് അയച്ചതാണ് എന്ന് കരുതി ഷിയാൻ ഫോൺ പിടിച്ച് വാങ്ങി അവനോട് വല്ലാതെ ദേഷ്യപ്പെടുന്നു. അതിനുശേഷമാണ് അവൾ ഫോണിലേക്ക് നോക്കിയത്. അവൻ മെസ്സേജ് അയച്ചിട്ടില്ലെന്ന് കണ്ടപ്പോൾ അവൾക്ക് കുറ്റബോധം തോന്നുന്നുണ്ട്. ഞാൻ പക്വതയില്ലാത്ത കൊച്ചുകുട്ടിയാണെന്നാണോ നീ വിചാരിക്കുന്നത് എന്ന് ജുൻജ വിഷമത്തിൽ അവളോട് ചോദിക്കുന്നുമുണ്ട്. വീട്ടിലെത്തിയിട്ടും അവൻ്റെ ദേഷ്യം തീർന്നിരുന്നില്ല. അവൻ അവൾക്ക് മാല ഗിഫ്റ്റ് കൊടുത്തില്ല എന്ന് മാത്രമല്ല ദേഷ്യം കാരണം ജനലിൽ കൂടി അത് പുറത്തേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ടോർച്ചും എടുത്ത് മാല തിരിയാനായി അവൻ പുറത്തേക്ക് ഓടുന്നു. ഷിയാൻ വീട്ടിലെത്തിയപ്പോഴും അവളുടെ വർക്ക് തീർന്നിരുന്നില്ല. ഷിവാൻജി 12 മണിയായപ്പോൾ ബർത്ത്ഡേ വിഷസ് അയക്കുന്നുമുണ്ട്. ആ സമയത്ത് തന്നെ ജുൻജയുടെ ഒരു മെയിലും അവൾക്ക് വരുന്നു. അവൻ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരു വീഡിയോ ആയിരുന്നു അതിൽ. അവൾക്ക് വേണ്ടി ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്ത് പാടിക്കൊണ്ടാണ് വീഡിയോ തുടങ്ങിയത്. പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ലെങ്കിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് ഇപ്പോൾ നിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുകയായിരിക്കും. എന്നാലും ചില കാര്യങ്ങൾ നേരിൽ പറയാൻ കഴിയാറില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. നമ്മൾ കപ്പിൾസ് ആയതിനു ശേഷമുള്ള നിന്റെ ആദ്യ ബർത്ത്ഡേ ആണിത്. ഇന്ന് മാത്രമല്ല ഇനിയുള്ള ഓരോ ദിവസങ്ങളും നിന്നെ ഞാൻ മാക്സിമം ഹാപ്പിയാക്കാൻ ശ്രമിക്കും. എനിക്ക് ചില സമയങ്ങളിലെങ്കിലും പക്വത കുറവാണ് എന്ന് എനിക്കറിയാം. ഞാൻ നിന്നെ ദേഷ്യം പിടിപ്പിച്ചുവെന്നും വരാം, എന്നാലും ഞാൻ എൻ്റെ ആ സ്വഭാവമെല്ലാം മാറ്റാൻ പരമാവധി ശ്രമിക്കാം എന്നൊക്കെ അവൻ ആ വീഡിയോയിൽ പറയുന്നു. ഷിയാൻ വീഡിയോ പകുതിയായപ്പോൾ തന്നെ സന്തോഷം കൊണ്ട് കരയാൻ തുടങ്ങിയിരുന്നു. വീഡിയോ തീർന്നയുടൻ അവൾ അവൻ്റെ ഫോണിലേക്ക് വിളിച്ചെങ്കിലും നോട്ട് റീച്ച്ഡ് ആയിരുന്നു. ജുൻജെ അപ്പോഴേക്കും മാല തപ്പിയെടുത്ത് പൊടിയൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. റൺഷി അടുത്ത ദിവസം ഓഫീസിൽ വെച്ച് ഷിവാൻജി അറിയാതെ അവൾക്ക് ചേരുന്ന ഡ്രസ്സ് ഏതാണെന്ന് ഡ്രസ്സിൻ്റെ കട്ടിങ്ങും ഡിസൈനും വെച്ച് മാച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. ഡോങ്ഷി വാങ്ഷിയാൻ്റെ പിണക്കം തീർക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷെ അവൾക്ക് പെട്ടെന്നൊന്നും പിടികൊടുക്കാനുള്ള ഉദ്ദേശമില്ല. അവൾ രാവിലെ ജോലിക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ വണ്ടിയുമായി ഡോങ്ഷി ഫ്ലാറ്റിന് മുന്നിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് അവൻ ക്ഷണിച്ചപ്പോൾ ആദ്യം ജാടയിട്ട് എനിക്ക് കാറുണ്ട്, ഞാൻ അതിൽ പോയിക്കൊള്ളാമെന്ന് അവൾ പറഞ്ഞെങ്കിലും അവസാനം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്, എനിക്കൊരു ഗിഫ്റ്റ് കൊടുത്താൽ കൊള്ളാമെന്നുണ്ട്, അത് സെലക്ട് ചെയ്യാൻ സഹായിക്കാൻ കൂടെ വരാൻ പറഞ്ഞ് അവൾ അവൻ്റെ ബൈക്കിൽ കയറുന്നു. മെൻസിൻ്റെ ഡ്രസ് ഷോപ്പിലേക്കാണ് അവൾ അവനെയും കൊണ്ട് പോയത്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഫ്രണ്ടിന് വേണ്ടിയാണ്. അവൻ ഏകദേശം നിൻ്റെ അതേ ശരീരപ്രകൃതിയാണ്, അതുകൊണ്ട് ഡ്രസ്സൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ അവൾ അവനോട് പറയുന്നു. ഏതോ ആണുങ്ങൾക്ക് വേണ്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ അത്ര സന്തോഷത്തോടെ അല്ല ഡോങ്ഷി ഡ്രസ് റൂമിലേക്ക് കയറിയത്. 2-3 ഡ്രസ്സുകൾ അവൾ അവനെ കൊണ്ട് ട്രൈ ചെയ്യിക്കുന്നുമുണ്ട്. അവസാനത്തെ ഡ്രസ്സ് ധരിച്ചു വന്നപ്പോൾ ഡോങ്ഷിയോട് അത് ചേഞ്ച് ചെയ്യേണ്ട, അത് തന്നെ ധരിച്ചോളാൻ അവൾ പറയുന്നു. തനിക്ക് വേണ്ടിയാണ് അവൾ ഡ്രസ്സ് സെലക്ട് ചെയ്തതെന്ന് അവൻ അപ്പോഴാണ് മനസ്സിലായത്. അതോടെ അവൻ ഹാപ്പി ആകുന്നുണ്ട്. ആ സന്തോഷത്തോടെയാണ് അവൻ ഓഫീസിലേക്ക് ചെന്നെങ്കിലും റൺഷി അവൻ്റെ പുതിയ ഡ്രസ്സിനേക്കാൾ ശ്രദ്ധിച്ചത്
അതിലെന്തോ അഴുക്ക് പറ്റിയിരുന്നതാണ്. ഡോങ്ഷെ തൂത്ത് കളഞ്ഞിട്ട് വാങ്ഷൻ വാങ്ങിത്തന്നാണെന്ന് പറയാൻ പറ്റുമെങ്കിലും അവൻ അതിനുള്ള സമയം കിട്ടുന്നില്ല. റെൻഷിയുടെ ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്ന ജുൻജയും ഷിയാനും പിണക്കം ഇതുവരെ തീർത്തിട്ടില്ലാത്തതിനാൽ ജുൻജെ അവർക്കിടയിൽ ഡോങ്ഷയെ വിളിച്ചിരുത്തുന്നു. റെൻഷി ശുഭാൻജിയെ പ്രപ്പോസ് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ട കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടിയാണ് അവരെ വിളിച്ചു വരുത്തിയത്. വിവരം അറിഞ്ഞപ്പോൾ ഇത്ര പെട്ടെന്ന് വേണോ എന്ന് 3 പേര് ചോദിച്ചെങ്കിലും പിന്നീട് സമ്മതിക്കുന്നുണ്ട്. മാരേജ് പ്രപ്പോസലിനെ കുറിച്ച് റെൻഷി ഒരു റിസർച്ച് നടത്തിയിരുന്നു. അവർക്ക് മുന്നിൽ അവൻ അതെല്ലാം അവതരിപ്പിച്ചിട്ട് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ചോദിക്കുന്നു. 3 പേരുടെയും സജഷൻസ് ഉൾപ്പെടുത്തി ശുഭാൻജിയെ പ്രപ്പോസ് ചെയ്യാൻ അവനൊരു പ്ലാൻ തയ്യാറാക്കുന്നു. അതനുസരിച്ച് ഷിയാൻ ശുഭാൻജി ധരിക്കേണ്ട ഡ്രസ്സുമായി അവൾക്കരികിൽ ചെല്ലുന്നു. എനിക്ക് വേണ്ടി വാങ്ങിയതാണ്, പക്ഷേ ഇട്ട് നോക്കിയപ്പോൾ തീരെ ശരിയാകുന്നില്ല, അതുകൊണ്ട് നിനക്ക് തരാമെന്ന് വിചാരിച്ചു എന്നാണ് പറഞ്ഞത്. ശുഭാൻജി ഇത്ര വില കൂടിയ ഡ്രസ്സ് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ഷിയാൻ നിർബന്ധിച്ച് അവളെ ഏൽപ്പിക്കുന്നുണ്ട്. റെൻഷി ഡോങ്ഷിക്കൊപ്പം പോയി പ്രപ്പോസൽ ചെയ്യേണ്ട സ്ഥലമൊക്കെ കണ്ടു റെഡിയാക്കുന്നു. റെൻഷിക്ക് പണി കൊടുക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് തിരിഞ്ഞ് അവൻ്റെ പുറകെ തന്നെ വട്ടം ചുറ്റി നടക്കുകയായിരുന്നു വെഞ്ചി. റെൻഷിയുടെ പ്ലാനിനെ പറ്റി അവൻ അറിയുന്നുണ്ട്. ലൂഷ്യാൻ ശുഭാൻജിയുടെ അമ്മ ഇടിച്ച വണ്ടിയുടെ ഡ്രൈവറുടെ മകനെ പോയി കാണുന്നു. റെൻഷിയുടെ മുത്തശ്ശൻ ഒത്തുതീർപ്പിന് പറഞ്ഞയച്ച ആളായിരിക്കുമെന്ന് കരുതിയാണ് അയാൾ സംസാരിച്ചത്. ശുഭാൻജിയുടെ അമ്മ ഇടിച്ച വണ്ടി ഓടിച്ചത് റെൻഷിയുടെ മുത്തശ്ശനായിരുന്നുവെന്നും പണം നൽകി ആ കുറ്റം ഡ്രൈവറെ കൊണ്ട് ഏറ്റെടുപ്പിച്ചതാണെന്നും ലൂഷ്യാൻ അയാളോട് സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്നു. അതിൻ്റെ ദേഷ്യത്തോടെയാണ് അവൻ അവിടെ നിന്ന് പോയത്. ശുഭാൻജിയോടത് പറയാനായി അവൻ അവളുടെ വീട്ടിലെത്തിയെങ്കിലും അവളോട് സംസാരിച്ചപ്പോൾ സത്യം പറയാൻ അവന് തോന്നുന്നില്ല. റെൻഷി പ്രപ്പോസൽ പ്ലാൻ ചെയ്ത ദിവസമായിരിക്കുന്നു. കമ്പനിയിൽ നിന്നൊരു ഷോയ്ക്കുള്ള ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്, നീ കൂടി വരണം. വരുമ്പോൾ ഞാൻ വാങ്ങിക്കൊണ്ട് വന്ന പുതിയ ഡ്രസ്സ് ധരിച്ചോളണം എന്ന് പറഞ്ഞ് ഷിയാൻ ശുഭാൻജി അവിടെ എത്തിക്കാൻ വേണ്ടത് ചെയ്യുന്നുണ്ട്. ബാക്കി ഡെക്കറേഷൻസ് എല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ട് ഡോങ്ഷി ആ സ്ഥലത്ത് തന്നെ ഉണ്ട്. വാങ്ഷ്യാനും അധികം വൈകാതെ എത്തുന്നു. ജുൻജയും ഷിയാനും നേരത്തെ തന്നെ എത്തി വേണ്ട ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട്. ഇതുവരെ അവരുടെ പിണക്കം തീർന്നിട്ടില്ല. ഇടയ്ക്ക് ജുൻജ ഈ ഹെയർ സ്റ്റൈൽ ഈ ഡ്രസ്സിന് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അവളോട് മുടി കെട്ടിവെക്കാൻ പറഞ്ഞിട്ട് പുറകിൽ കൂടി ചെന്ന് മാല അവളുടെ കഴുത്തിൽ അടിച്ചു കൊടുക്കുന്നു. ഷിയാൻ ശരിക്കും ഹാപ്പിയാകുന്നുണ്ട്. ഇത് എപ്പോൾ വാങ്ങി എന്നവൾ സന്തോഷത്തോടെ ചോദിക്കുന്നു. ഇത് നിൻ്റെ ബർത്ത്ഡേക്ക് തരാൻ ഞാൻ പ്രിപ്പയർ ചെയ്തതാണ്, പക്ഷെ നടന്നില്ല. ഞാൻ നിന്നെ ദേഷ്യം പിടിപ്പിക്കുകയാണ് ചെയ്തത്. ഇനി അങ്ങനെയൊന്നും ഉണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം. ഇനിയെങ്കിലും പിണക്കം മതിയാക്കുമോ എന്നവൻ ചോദിക്കുന്നു. ഷിയാൻ്റെ പിണക്കം എപ്പോഴും തീർന്നില്ലെങ്കിലും അവൾ ജാടയിട്ട് നിന്റെ പെരുമാറ്റം എങ്ങനെയുണ്ട് നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ലൂഷ്യൻ ഈ സമയമെല്ലാം ശുഭാൻജിയുടെ അമ്മയുടെ കാര്യത്തിൽ എന്ത് വേണമെന്ന ആലോചനയിലായിരുന്നു. അവൻ റെൻഷിയുടെ മുത്തശ്ശൻ്റെ ആളാണെന്ന് കരുതി 3 ദിവസത്തിനുള്ളിൽ തീരുമാനം അറിയിച്ചില്ലെങ്കിൽ പിന്നെ എന്നെ കുറ്റപ്പെടുത്തരുത് എന്ന് ഡ്രൈവറുടെ മകൻ പറഞ്ഞത് അവൻ ഓർമ്മ വരുന്നു. ശുഭാൻജിയോട് പറയുമെന്നാണോ അയാൾ പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് സംശയം തോന്നുന്ന അവൻ ഉടൻ അവളെ അന്വേഷിച്ച് പോകുന്നുണ്ട്. ശുഭാൻജി അപ്പോഴേക്കും ഷിയാൻ പറഞ്ഞതനുസരിച്ച് ആ സ്ഥലത്തെത്തിയിരുന്നു. ഫ്ലാഷ് മോബ് സ്റ്റൈലിലുള്ള പ്രപ്പോസലാണ് റെൻഷി പ്ലാൻ ചെയ്തിരുന്നത്. ഷിയാൻ സൂത്രത്തിൽ ശുഭാൻജിയെ അവിടെ നിർത്തിയിട്ട് അടുത്തു നിന്ന് മാറുന്നു. അപ്പോഴേക്കും പ്ലാൻ ചെയ്തിരുന്നതനുസരിച്ച് ഓരോരുത്തരായി അവളുടെ അടുത്തേക്ക് വരുന്നു. ആദ്യം ഒരു കുട്ടി കുറേ പൂക്കൾ കൊണ്ടു കൊടുക്കുന്നു. അതിനു പുറകെ വാങ്ഷ്യാൻ ഒരു ചെറിയ കിരീടം അവളുടെ തലയിൽ കൊണ്ടുവച്ച് കൊടുത്തിട്ട് നീ അന്നത്തെ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. തൊട്ടുപുറകെ ജുൻജെ അവളുടെ തല കവർ ചെയ്യുന്ന രീതിയിൽ ഒരു ഷോൾ കുത്തി കൊടുക്കുന്നു. എല്ലാവരോടും ശുഭാൻജി അമ്പരപ്പോടെ ഇതൊന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ആരും മറുപടിയൊന്നും പറയുന്നില്ല. അപ്പോഴാണ് ഷിയാൻ അരയിൽ ചുറ്റാനുള്ള ഒരു ഡ്രസ്സുമായി വന്നത്. അപ്പോഴേക്കും ശുഭാൻജിക്ക് ഡൗട്ട് അടിച്ചിരുന്നു. ഞാൻ ഉദ്ദേശിക്കുന്നതാണോ സംഭവം എന്ന് അവൾ ഷിയാനോട് ചോദിച്ചെങ്കിലും വിഷമിക്കേണ്ട എന്ന് മാത്രം പറഞ്ഞിട്ട് അവൾ ഓടിപ്പോകുന്നു. ഇപ്പോൾ ശുഭാൻജി ഒരു ബ്രൈഡിനെ പോലെ ആയിരിക്കുന്നു. അപ്പോഴേക്കും മ്യൂസിക് പ്ലേ ചെയ്യാൻ തുടങ്ങുന്നു. പല ഭാഗങ്ങളിലായി നിന്നിരുന്നവർ ഓടി വന്ന് പാട്ടിനകത്ത് ഡാൻസ് ചെയ്യാൻ തുടങ്ങുന്നു. ജുൻജയും ഷിയാനും വാങ്ഷ്യാനും ഡോങ്ഷിയും എല്ലാം അക്കൂട്ടത്തിലുണ്ട്. ശുഭാൻജി സന്തോഷത്തോടെ എല്ലാം കണ്ടു നിൽക്കുകയാണ്. ഡാൻസും പാട്ടും കഴിഞ്ഞപ്പോഴേക്കും ഡോങ്ഷി അവളുടെ മുന്നിലേക്ക് കാർപ്പറ്റ് നിവർത്തിയിട്ട് കൊടുക്കുന്നു. അതിൻ്റെ മറുവശത്തായി റെൻഷിയും എത്തുന്നു. ശുഭാൻജി കുറച്ച് മുന്നിലേക്ക് കയറി നിൽക്കുന്നുണ്ട്. റെൻഷി ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് പ്രപ്പോസ് ചെയ്യാനായി നടന്നു വരുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക.